സർപ്രൈസ് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കൊല്ലത്തുനിന്നൊരു പേര് കേട്ടത് അവിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ യൂട്യൂബർ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിന് വേണ്ടി നോക്കിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും? അല്ല, അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ഇന്നീ പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ ഓരോരുത്തരും തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനി ഘടകകക്ഷികളുമായിട്ടാണ് ആദ്യത്തെ സംഭാഷണം. അത് കഴിഞ്ഞിട്ട് വേണം സീറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ. എന്നിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നമ്മെ കമ്മിറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളുമായിട്ട്. നിങ്ങളുടെ പേരിൽ സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം നിങ്ങളുടെ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളുമായി കൂട്ടുകൂടി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ വന്നാൽ മാറാട് കലാപങ്ങൾ ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായിട്ടുള്ള നിങ്ങളുടെ ബാന്ധവം കുഴപ്പമാണ് എന്ന് പറയാൻ സർക്കാർ പരമാവധി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അത് ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കും നിങ്ങൾക്കെതിരായിട്ടെന്ന് ഭയപ്പാടുണ്ടോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ സമൂഹത്തെ ഡിവൈഡ് ചെയ്യാം. കേരളം മതനിരപേക്ഷ സംസ്ഥാനമാണ്. മതേതര വിശ്വാസികളാണ് ജനങ്ങൾ കൂടുതൽ. എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു നാടാണ്. ഇടകലർന്ന് ജീവിക്കുന്നവരാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ. മാറാട് കേരളത്തിൻ്റെ ഒരു ദുഃഖകരമായ അധ്യായമാണ്. അതിനെ വീണ്ടും വീണ്ടും ഒരു ഭരണാധികാരിയായ മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ മുറിവിൽ മുളക് തേക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വർഗീയ വികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഒരിക്കലും ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്തതാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഏത് കലാപം ഉണ്ടായേ? കേരളത്തിൽ ഏത് കലാപം ഉണ്ടായേ? ഏത് പ്രശ്നമാണ് ഉണ്ടായേ? ഇന്ന് നിങ്ങൾ വൈകുന്നേരം 10 മണിക്ക് എല്ലാ ന്യൂസ് ചാനലും എടുത്തു നോക്കിയാൽ ക്രൈം സ്റ്റോറികൾ വരുന്നുണ്ട്. കേരളത്തിൽ ഇതുപോലെ ക്രൈം ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് സമാനമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി കഴിയുന്നുണ്ടോ? മദ്യവും മയക്കുമരുന്നും ഒഴുകുകയാണ്. നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി കഴിയുന്നുണ്ടോ? ആളുകളെ വെട്ടിക്കൊല്ലുകയാണ്. അമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊല്ലുന്നു. ഇതെല്ലാം ഈ പ്രബുദ്ധ കേരളത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നിയന്ത്രിക്കാനോ ജനങ്ങളെ നല്ല വഴിയിലൂടെ നയിക്കാനോ ഗവൺമെൻറ് കഴിയുന്നില്ല. മുഖ്യമന്ത്രി വളരെ ബോധപൂർവം ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആകെ സംസാരിച്ചത് CAA പറ്റിയാണ്. പക്ഷേ ജനങ്ങൾ കേന്ദ്രത്തിൽ UDF അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി വരാൻ വേണ്ടി ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി കൊടുക്കാൻ ഇവിടെ 18 സീറ്റ് ഞങ്ങൾക്ക് തന്നു. അന്ന് മുതൽ മുഖ്യമന്ത്രി മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ആഗോള അയ്യപ്പ സംഗമത്തെ പറ്റി ഓർമ്മ വന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അതിനകത്ത് എല്ലാ ഹിന്ദു സംഘടനകളെയും വിളിക്കുന്നു. അപ്പോൾ ഇനിയും മതന്യൂനപക്ഷങ്ങൾ വേണ്ട, ഭൂരിപക്ഷം മാത്രം മതി എന്ന നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് മാറാട് ഓർമ്മിപ്പിക്കുന്നത്.